കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും തുടർച്ചയായി ഫലം കായ്ക്കുക എന്ന വിഷയത്തെ ആധാരമാക്കി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തെ കുറുവാക്യമായി എടുത്ത് അതിൽ നിന്ന് ദൈവവചനം ധ്യാനിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്നും അതിൻ്റെ 3-ാമത്തെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അതിനു മുമ്പേ ദൈവിക ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം കുറിവാക്യമായി വായിച്ച ദൈവവചന ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. അത് വായിച്ച് നമുക്ക് ദൂതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നാം ഈ വചനം കഴിഞ്ഞ 2 ദിവസങ്ങളായി ധ്യാനിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് നാം ദൈവമക്കളായി തീർന്നത്, അല്ലെങ്കിൽ കാൽവരി കുരിശിന്റെ മീതെ പരമയാഗമായി തീർന്നിട്ട് നമ്മുടെ യേശു കർത്താവ് തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴിച്ചു തന്നിട്ട് നമ്മെ വില കൊടുത്ത് വാങ്ങിയത് എന്തിനാണ്, ദൈവത്തിന്റെ കർത്താവ് യേശുവിനെ നമ്മിലുള്ള ഉദ്ദേശം എന്ത് എന്ന് ഈ വാക്യം വളരെ വ്യക്തതയോടെ വ്യാഖ്യാനമില്ലാതെ വെളിപ്പെടുത്തുന്നു. ആ വാക്യം ഇങ്ങനെയാണ് നമ്മെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നത്. നമ്മൾ പോയി ഫലം കായ്ക്കുകയും നമ്മിൽ കായ്ച്ച ഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആ യേശുക്രിസ്തുവിനെ നമ്മുടെ മേലുള്ള, അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, ഫലം എന്ന് നാം തിരിച്ചറിയണം. നാം പലപ്പോഴും ദൈവമക്കളായി തീരുന്നു എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരികയും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരികയും കഷ്ടത മാറ്റുകയും കടം മാറ്റുകയും ചെയ്യുന്ന ഒന്നായ ഒരാളായിട്ട് മാത്രമാണ് യേശുക്രിസ്തുവിന് ആയുള്ള ബന്ധമായ റിലേഷൻഷിപ്പ് അനവധി ആളുകൾ കാണുന്നത്. എന്നാൽ കർത്താവിന് നമ്മിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മിലുള്ള ദൈവഹിതം എന്റെ ഈ തലമുറയിൽ, ദാവീദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, തന്റെ തലമുറയിൽ അവൻ ദൈവത്തെ ശുശ്രൂഷിച്ചു എന്ന്. അപ്പൊ നമ്മുടെ തലമുറയിൽ നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ വലിയവനാകുന്ന കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നവരും നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവരുമായിരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ച നാം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഒരു ഭാഗം നമ്മൾ 3 അവസ്ഥകളെ കുറിച്ച്, ഒരു കൃഷിക്കാരൻ നട്ട ഒരു വൃക്ഷത്തിന് അല്ലെങ്കിൽ സസ്യത്തിൽ നിന്ന് തന്നെ പ്രതീക്ഷയുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ആ പ്രതീക്ഷ പറയുന്നുണ്ട്. ഒരു ചക്കന്റെ രൂപത്തിൽ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൃഷിക്കാരന് തന്റെ കൃഷി വളരെ അനുഗ്രഹമായ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലം തനിക്ക് തരുമെന്ന് കാത്തിരിക്കുമ്പോൾ താൻ കൃഷി ചെയ്ത വസ്തുക്കൾ, സസ്യങ്ങളോ വൃക്ഷങ്ങളോ ഏതോ 3 തരത്തിൽ ആ കാര്യത്തിനോട് പ്രതികരിച്ചത് കാണുവാൻ നമുക്ക് കഴിയും. അത് നാം ശനിയാഴ്ച ധ്യാനിച്ചതുകൊണ്ട് ഇന്ന് ധ്യാനിക്കുന്നില്ല. അതെങ്ങനെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, ഫലമില്ലാത്ത ഒരവസ്ഥ. എല്ലാ ശുശ്രൂഷകളും കിട്ടി. നമുക്ക് വ്യക്തമായ വചനത്തിൽ കാണുന്നുണ്ട്. ഒരു മനുഷ്യനെ താൻ നട്ടാൻ തന്റെ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു അത്തിവൃക്ഷം നട്ടു. 5 കൊല്ലം ആണ് നല്ല രീതിയിൽ ഒരു ഫലം കായ്ക്കുന്ന ഒരു അത്തിവൃക്ഷം കായ്ക്കുന്നത്. ആ കായ്ക്കുന്നത് പിന്നീട് അതിനാവശ്യമായ എല്ലാ ശുശ്രൂഷകളും അവൻ ചെയ്തു കൊടുത്തു. പിന്നീട് ഫലകാലത്തിന്റെ, അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിക്കേണ്ട കാലം കഴിഞ്ഞ് വീണ്ടും 6-ാമത്തെ വർഷം അവൻ കാത്തു, അവനൊന്നും കിട്ടിയില്ല. 7-ാമത്തെ വർഷവും അവൻ കാത്തു, അവൻ അപ്പോഴും കിട്ടിയില്ല. 8-ാമത്തെ വർഷവും, അഥവാ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടാതെയായപ്പോൾ ആ തോട്ടക്കാരൻ പറയുന്ന, യജമാനൻ പറയുന്നൊരു വാക്കുണ്ട്, അതിനെ വെട്ടിക്കളക. ആ തോട്ടം നോക്കുന്നവരോട് പറയുകയാണ് അതിനെന്ത് ചെയ്യണം, വെട്ടിക്കളയണം. ഒരു റീസൺ അതിന് പറയുന്നുണ്ട്. കായ്ക്കാത്ത വൃക്ഷത്തെ, തന്റെ പ്രതീക്ഷയ്ക്ക് ഒന്നും തരാത്ത
അതിന് തന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ആകാൻ കഴിയാത്ത വൃക്ഷത്തെ ആ യജമാനൻ പറയുന്നു നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്നാണ്. മുന്തിരിക്കൊക്കെ ഇട്ടുകൊടുക്കുന്ന സകല വെള്ളവും വളവും ശുശ്രൂഷകളൊക്കെ ഏറ്റെടുത്ത് മുന്തിരിക്ക് പോലും സൂര്യപ്രകാശം ലഭിക്കാൻ കഴിയാത്ത രീതിയിൽ ഇദ്ദേഹം അങ്ങ് ഉയർന്നു നിൽക്കുകയാണ്. അത് വെട്ടിക്കളയും. ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ സഭ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവന്നു. അതിന് നല്ല നടുവിൽ നല്ല ഒരു അത്തിയായിട്ട് നിന്നെ നട്ടു. നിന്നിൽ നിന്ന് ഫലം കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഒരു ഫലവും സമയങ്ങൾ പലതും തന്നിട്ടും, അനുഗ്രഹങ്ങൾ പലതും തന്നിട്ടും, ശുശ്രൂഷകൾ പലതും തന്നിട്ടും യാതൊരു ഫലവും നിന്നിൽ കാണാത്തത് കൊണ്ട് ആമേൻ വെട്ടിക്കളയുന്ന കാര്യപരിപാടി മുന്നിലുണ്ട്. ആമേൻ ഈ 2020 നമുക്ക് ശൂന്യതയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഈ വർഷം ആമേൻ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഈ വർഷത്തെ ശിഷ്ടമുള്ള മാസങ്ങളിലും ചെയ്യുവാൻ നമുക്കുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടൊരു ഗ്രേസ് പീരീഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയുന്നു മഴു കടക്കലുണ്ട്, ഒരാണ്ട് വരെയുടെ അവധിയുണ്ട്. ഈ വർഷവും കാച്ചില്ലെങ്കിലോ വെട്ടിക്കളയും. ബലം കായ്ക്കാത്തൊരവസ്ഥ ഒരു വൃക്ഷം ഉണ്ടാക്കി. രണ്ടാമത്തത് ആമേൻ ബലം കായ്ച്ചു കേട്ടു. നല്ല ബലമുണ്ട്, പക്ഷേ അതാകാത്ത ബലമില്ല. യെശയ്യാവ് 5-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആകാത്ത ബലം കായ്ച്ചു. ഞാൻ മുന്തിരി നല്ല ബലവത്തായ ഒരു കുന്നുമ്മേൽ എന്ത് നട്ടാലും കിളിക്കുന്ന, മുളച്ച് പൊന്തി വലിയ അവൻ പ്രത്യേക വളം പോലും ഇല്ലെങ്കിൽ തന്നെ നന്നായി വളരുന്ന ബലവത്തായ കുന്നുമ്മേൽ നല്ല ഒരു നടുതല കൊണ്ടുവന്ന്, ഒരു മുന്തിരിത്തറ കൊണ്ടുവന്ന് നട്ടു. എല്ലാ കല്ല് മാറ്റി വേലി കെട്ടി ഗോപുരം പണിത് രാത്രി പകലും കാവലിരുന്ന് ഒരു ശത്രുവും തൊടാതെ വണ്ണം അതിനെ പരിപാലിച്ചു. ആമേൻ വള്ളി മുറിച്ച് എല്ലാം ചെയ്തു. പക്ഷേ കായ്ക്കുമെന്ന് കാത്തിരുന്നാറെ കായ്ച്ചതോ കാക്കുന്നുണ്ട്. അതിനെ വന്ന ന്യായവിധി അതിന്റെ അകത്തുണ്ട്. സമയങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ വേര് ഒഴിച്ചു കളയും, അത് ചവിട്ടി വരിക്കപ്പെടും, അതിന്റെ മതിലുകൾ ഇടിച്ചു കളയും, കാട്ടുപന്നികളും മറ്റു വന്യമൃഗങ്ങളൊക്കെയും അത് തിന്നുകളയും. ഇന്ന് രാത്രി മനസ്സിലാക്കുക, കായ്ക്കേണ്ട ഫലം അല്ലെങ്കിൽ നട്ട നിന്നിൽ നിന്ന് യഥാർത്ഥത്തിൽ നീ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, നീ പുറത്തു കൊണ്ടുവരേണ്ട ഫലം കൊണ്ടുവന്നില്ലെങ്കിൽ കൃഷിക്കാരനെ തൃപ്തികരമല്ലാത്ത, ഉപകാരമില്ലാത്ത കാട്ടുമുന്തിരി ആണ് നീ ഉണ്ടാക്കുന്നെങ്കിൽ നിന്റെ കീഴെ വരുന്നവരാരും നല്ല കൂട്ടരല്ല. വന്യജീവികൾ, കടിച്ചു കീറുന്നവർ, ചവിട്ടി വലിക്കുന്നവർ എല്ലാം കീറി ഇറങ്ങും നിന്റെ കുടുംബത്തിൽ. വേലികളില്ല. വേലികളുള്ള ഈയോബിന്റെ കുടുംബത്തിനും അവന്റെ വസ്തുവകകൾക്ക് അവന്റെ മക്കളെ തൊടുവാൻ പിശാചിന് കഴിഞ്ഞില്ല. വേലി ദൈവം ഈയോബിലുള്ള ആ ധൈര്യ നിമിത്തം തുറന്നു കൊടുത്തപ്പോൾ മാത്രമേ കടക്കാൻ പറ്റിയുള്ളൂ. ഇവിടെ ദൈവം തന്നെ പുറത്തു വിടുകയാണ്. എന്നാൽ ദൈവം തുറന്നു വിട്ട അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞ, ഇടിച്ചു കളഞ്ഞ മതിലും വേലിയെ കുറിച്ച് അതിനെക്കുറിച്ച് ബോധം ചെയ്യാതെ നമുക്ക് വന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും പിശാചാണെന്ന് ധരിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി കിഴക്കോട്ട് ശാസിച്ച്, പടിഞ്ഞാറോട്ട് ശാസിച്ച്, വടക്കോട്ട് നോക്കി ശാസിച്ച്, കിഴക്കോട്ട് നടത്തി ശാസനം മാത്രം ഇരിക്കുക. പ്രാർത്ഥനാ സമയത്ത് യേശുവിന്റെ വാക്കില്ല, പിശാചിനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന വലിയൊരു ആത്മീയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു അറിവുകളിന്റെ കാര്യങ്ങളാണ്. കായ്ക്കാത്ത മുന്തിരിയെ ദൈവം നശിപ്പിക്കും. മൂന്നാമത്തത് നല്ല ഫലം കായ്ക്കുന്ന മുന്തിരിയെ. നല്ല ഫലം, ആ കൃഷി നല്ല ഫലം കൊടുക്കുന്നുണ്ട്. നല്ല ഫലമാണ് അത് കൊടുക്കുന്നത്. ആമേൻ ക്രിസ്തലോ. പക്ഷേ നല്ല ഫലം കൊടുക്കുന്ന ആമേൻ ഈ വൃക്ഷത്തിന്റെ ഉള്ളിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നല്ലതാണ് കാഴ്ചത് എങ്കിലും അതിന് 2 തലങ്ങളുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. നല്ല ഫലമാണ് കാഴ്ചത്. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. അങ്ങനെയാ പറയുന്നത്. ആമേൻ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമായി വിതയ്ക്കുന്നതിന് ഉപമയിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആമേൻ 30, 60, 100 മേനിയായിട്ടാണെങ്കിൽ മറ്റേ സുവിശേഷത്തിൽ 100, 60, 30 ആയിട്ടാണ്. ഒരു സ്ഥലത്ത് രക്ഷിക്കപ്പെട്ട ദിവസം, കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം, വിശ്വാസത്തിലെ തീവ്രതയുടെ ആ കൊടുമുടി കയറി നിന്ന് കാലങ്ങൾ കഴിയുമ്പോൾ, സമയങ്ങൾ കഴിയുമ്പോൾ പിന്നാക്കം വന്ന് അവസാനം പാട്ടും പ്രാർത്ഥനയും ദൈവവചന വായിക്കലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തരം താഴ്ന്നൊരവസ്ഥയാണ്. ബലമുണ്ട്, പക്ഷേ താഴോട്ടേക്ക് പോകുന്ന ആത്മീയ അനുഭവങ്ങൾ. എന്നാൽ മറ്റു അനുഭവങ്ങൾ അങ്ങനെയല്ല, ക്രമീകൃതമായ ഒരു വളർച്ചയാണ്. അത് ആദ്യം തന്നെ 100 കൊടുത്തില്ല, പക്ഷെ യജമാനിന് അതിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അതിൽ അടുത്ത വളവായി കാണിച്ചത്. അവ 30, 60, 100 എന്നുള്ള
ക്രമീകൃതമായ ഒരു ഉയർച്ചയെ അവിടെ കാണിക്കുന്നു. ഒരു ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട നല്ല ഫലം ക്രമീകൃതമായ അടിസ്ഥാനപരമായ ദൈവവചനത്തിന്റെ ധ്യാനത്തിൽ നിന്ന് ഏറ്റെടുക്കുന്ന ദൈവകൃപയിലുള്ള വളർച്ചയിൽ നിന്ന് പുറത്ത് യജമാനന് കൊടുക്കുന്ന നല്ല ഫലം, അഥവാ അവസാനത്തിൽ ജീവിത അവസാനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, അനീതിയുടെ കിരീടം എനിക്കുള്ള അനീതിയുടെ ന്യായാധിപതി തരും എന്നുള്ള ആ വലിയ പ്രത്യാശയോടെയുള്ള ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതായ സന്തോഷത്തോടെ ഒരു സാറ്റിസ്ഫാക്ഷനുള്ള മരണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മൾ പിന്നീട് ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചു. ഒരു വിത്ത്, അങ്ങനെ ഒരു വൃക്ഷം, അത് യജമാനന് യോഗ്യമായ ഫലങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ട് 3 കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് കൊടുക്കണം. ഒന്ന്, അത് നല്ല വിത്തായിരിക്കണം. നമ്മുടെ വീട്ടിൽ പലതും വിതയ്ക്കാനും ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോഴും എല്ലായിടത്തും വിതയ്ക്കാറില്ല. നാം ഒരു നല്ല കൃഷിക്കാരൻ തന്റെ വിത്തിനെ ഒന്ന് പരിശോധിക്കും. ആ വിത്തിന്റെ അകത്ത് ജീവൻ ഉണ്ടെന്നും മുളച്ചു പൊന്താനുള്ള പ്രതികൂലത്തിന്റെ നടുവിൽ മണ്ണിന്റെ അടിയിൽ കിടന്നാലും ആ മണ്ണിനെയെല്ലാം വകഞ്ഞു മാറ്റി തന്റെ നാമ്പിനെ പുറത്തു കൊണ്ടുവരുവാൻ ആരോഗ്യമുള്ളത് എന്നുള്ള ബോധ്യമുള്ളതിനെയാണ് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യാനായിട്ട് വിത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അകത്ത് ദൈവശക്തി, ഉള്ളിലെ കൂട്ടമനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യമുള്ളവരായി, പൗലോസിന്റെ ഭാഷയിൽ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകത്തുള്ളവൻ അവയിൽ നാൾക്കുനാൾ ബലപ്പെട്ട് ശക്തിപ്പെടുകയാണ്. അപ്പൊ യജമാനനെ, നമ്മെ സൃഷ്ടിച്ച യജമാനനെ അറിയാം നമ്മുടെ അകത്ത് വളരാനുള്ള, മുളച്ചു വരാനുള്ള, മണ്ണിനെ വകഞ്ഞു മാറ്റാനുള്ള, പ്രതികൂലങ്ങളെ മാറ്റാനുള്ള ഒരു ശക്തി നിന്റെ അകത്തുണ്ടെന്ന് നല്ല കൃഷിക്കാരൻ തിരിച്ചറിഞ്ഞതുപോലെ നല്ല വിത്തായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നിന്നെ ഉപയോഗിക്കുകയുള്ളൂ. നിന്റെ അകത്ത് കേൾക്കുന്ന വചനം കേട്ട് ദൈവവചനങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഉള്ളിൽ ചേറും ചെളിയും നിറഞ്ഞ താമര, ചെളിയിൽ വസിക്കുന്ന താമര, ചേറിൽ നിന്നും ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വളങ്ങളെ സ്വീകരിച്ച് ആരും അതിന് വളമിട്ട് കൊടുക്കാൻ പോകാറില്ല. ആ ചേറിന്റെയും ചെളിയുടെയും ലോകത്തിൽ നിന്ന് അത് വലിച്ചെടുത്തിട്ട് ആ തണ്ടിലൂടെ അതിനെ ഘടകങ്ങളെ രൂപാന്തരപ്പെടുത്തി വെള്ളത്തിന്റെ മുഖത്ത് അനേകങ്ങളെ സന്തോഷിപ്പിക്കുന്ന, വിടർന്നു നിൽക്കുന്ന ആ താമര ഇന്ന് രാത്രി അത് മനസ്സിലാക്കുക. വക്രതയും കോട്ടവും വഷളത്തുമുള്ള ലോകത്ത് ജീവിക്കുന്നുവെങ്കിലും അത് നിന്നിലേക്ക് കടന്നു വരാതെ ദൈവവചനപ്രകാരം ഒരു ശുദ്ധീകരണം പ്രാപിച്ച് നിന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ദൈവമക്കൾ മനസ്സിലാക്കണം, നല്ല വിത്തായിരിക്കണം. രണ്ടാമത്തെ ഒരു ഘടകം, നല്ല യോജിച്ച മണ്ണിൽ വേണം. ഓരോ വിത്തിനും എല്ലാ മണ്ണിലും എല്ലാ വിത്തും മുളയ്ക്കാറില്ല. ഗൾഫ് നാടുകളിൽ ഈന്തപ്പഴം നമുക്ക് വളരെ വില കൂടിയിട്ടാണ് നല്ല ഈന്തപ്പഴം ഇവിടെ കിട്ടുന്നത്. ഞാൻ ഇസ്ലാമിൽ നാട്ടിൽ പോകുമ്പോൾ വിചാരിക്കുകയാണ്, അവിടെ പോയി തിരിച്ചു വരുമ്പോൾ വിചാരിക്കുകയാണ് കുറച്ച് ഈന്തപ്പഴ കുരു കൊണ്ടുവരണം, എന്റെ വീട്ടിലെ വിളക്കാൻ എന്റെ പറമ്പിൽ അതൊക്കെ വിതച്ച് മുളപ്പിക്കണമെന്ന്. ദൈവമക്കളെ, നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയും ഒരു ഈന്തപ്പഴത്തിന്റെ ഒരു മുളച്ചു പൊന്തി വളർന്നു വെക്കാൻ പറ്റിയതല്ല. നമ്മുടെ കാലാവസ്ഥ യോജിച്ചതല്ല. യോജിച്ച മണ്ണ് വേണം വിത്ത് വളരണമെങ്കിൽ. അതേപോലെ ഞാൻ വിചാരിക്കാൻ, ഞാൻ അനന്താൻ പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് കുറച്ച് ജാതിയുടെ കുരു, അതേപോലെ കുറച്ച് ബ്രാൻഡിന്റെ കുരു, മാവിന്റെ കുരുക്കും കൊണ്ടുപോയി നടക്കൂ. അത് നടക്കില്ല. കാരണം അവിടുത്തെ മണ്ണ് ഇതിന് യോജിച്ചതല്ല. അപ്പോൾ ഒരു വൃക്ഷം നല്ല ഫലം കൊടുക്കണമെങ്കിൽ അതൊന്ന് വളർന്നു വർദ്ധിക്കാൻ പറ്റിയതായ മണ്ണായിരിക്കണം. സുവിശേഷത്തിൽ കാണുന്നു, മത്തായി സുവിശേഷത്തിൽ യേശു സ്വർഗരാജ്യത്തിന്റെ ഉപമയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, കടുകിനെ കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞതിൽ ഒരു വാക്ക് കടുകിനെ കുറിച്ചാണ്. ധാന്യങ്ങളിൽ ചെറിയ ധാന്യം, സസ്യങ്ങളിലും വലിയ മികച്ച ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ല. എന്നാൽ ഒരു മനുഷ്യൻ അതിനെടുത്തു. ആ കടുകുമണി ഒരു മനുഷ്യൻ എടുത്തു, തന്റെ നിലത്തിലിട്ടു. ഇന്ന് രാത്രി ഞാൻ സമയങ്ങളുടെ കുറവുകൊണ്ട് വേഗം ഓടിപ്പോകട്ടെ. നല്ല നിലം എന്ന് വേദപുസ്തകം പറയുന്നത് നല്ല ഹൃദയങ്ങൾ ഉണ്ടൊരു വശത്ത്, പക്ഷേ നിലം എന്ന് പറയുന്ന ഒന്ന്, അത് ദൈവത്തിന്റെ സഭയാണ്. എടുത്തവൻ യജമാനായ കർത്താവ് യേശു ക്രിസ്തു. 11 മണിക്കാണ്
ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര പരിമിതികളാണെങ്കിലും, ആർക്ക് ലോകത്തിന് മുമ്പിൽ നമ്മെ കാണുന്നവർക്കൊക്കെ നമ്മൾ കാഴ്ച പറഞ്ഞവർ ചെറിയ നിസ്സാരരാണെങ്കിലും, നിന്റെ യേശു കർത്താവ് നിന്നെടുത്ത് തന്റെ സഭയാം ആമേൻ മണ്ണിൽ നിന്നെ ഇട്ടാൽ നിന്റെ അകത്തൊരു അസാധാരണ ആമേൻ ഒരു പവർ പുറത്തു വരാനുണ്ട്. കടുക് വളർന്നാൽ എത്രമാത്രം വളരുമെന്ന് നമുക്കറിയാം. എന്നാൽ യേശു കർത്താവാണ് തന്റെ സഭയിലാണ് നിന്നിട്ടത്. അതുകൊണ്ട് സസ്യങ്ങളിൽ ലോകത്തിൽ വന്ന് വളർന്നിട്ടുള്ള ഇന്ന് വരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള എല്ലാ സസ്യങ്ങളെക്കാളും ഉയരത്തിൽ വളരുവാൻ തക്ക വിധത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കും. അപ്പോൾ ആമേൻ നമ്മൾ മനസ്സിലാക്കുക, യോജിച്ച മണ്ണായിരിക്കണം. മൂന്നാമത്തെ ഘടകം നിരന്തര ശുശ്രൂഷ. അവൻ ഏത് വിഷയവും നല്ല ഫലം കായ്ക്കാൻ കർത്താവ് പറഞ്ഞു, ഈ വർഷം കുറച്ച് അവൻ മുന്തിരെ കാഴ്ചയുള്ളൂ, ആ കമ്പിനെ നോക്കി വയ്ക്കും. കായ്ക്കാത്ത കൊമ്പിനെ വെട്ടിക്കളയും. കായ്ക്കുന്ന ഫലം കാഴ്ച കൊമ്പിന് എന്ത് ചെയ്യും? വീണ്ടും ട്രിം ചെയ്തോണ്ടിരിക്കും. എന്തിനാണ്? അതിനധികം ഫലം ഉണ്ടാകണം. നിന്നിൽ വലിയൊരു പ്രതീക്ഷ ഉടമസ്ഥന് വന്നിരിക്കുകയാണ്. നിന്നെ ട്രിം ചെയ്യുന്നതിലൂടെ അവന്റെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. കാരണം നിന്നിൽ ഇനിയും ധാരാളമായ വളമുണ്ടാകും, ഫലമുണ്ടാകും. അപ്പൊ 3 ഘടകം മനസ്സിലാക്കുക. നല്ല വിത്തായിരിക്കണം, യോജിച്ച മണ്ണിലായിരിക്കണം. 3 നിരന്തര ശുശ്രൂഷ ആവശ്യമാണ്. ഇനി ഇന്ന് രാത്രിയിലെ ദൈവിക ദൂതിലേക്ക് പോകാം. ഈ വൃക്ഷം ഫലം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന വൃക്ഷങ്ങളെല്ലാം ഫലം കൊടുക്കുന്നതാണ്. പക്ഷെ ആ ഫലം കൊടുക്കുമ്പോൾ അതിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അനുഭവങ്ങളുടെ വ്യത്യസ്തത അത് കാണുവാൻ കഴിയും. അതൊന്ന് ഫ്രീ ആയിട്ട് കായ്ക്കുകയല്ല. അപ്പൊ ഇന്നൊരു 4 എണ്ണം ഒരുപാട് ഉണ്ടെങ്കിലും അതിന്റെ സ്പെസിഫനായിട്ട് ഒരു 4 എണ്ണത്തിനെ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത് വായിക്കാൻ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ലൂക്കോസ് 8:14. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി. പൂർണ്ണമായി ഫലം കൊടുക്കാത്തവർ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 3-ാമത്തെ ഗ്രൂപ്പ്, ഒന്ന് വഴിയിറങ്ങി വീണു, അത് സാത്താൻ കൊണ്ടുപോയി. 2-ാമത്തെ പാഠസ്ഥലത്ത് വീണു, അത് കാഴ്ചയൊന്നുമില്ല. കാരണം അത് പെട്ടെന്ന് മുളച്ചു വന്നു, ഒരു ചെറിയ ചൂട് തട്ടിയപ്പോഴേക്കും അതങ്ങ് കരിഞ്ഞു പോയി. എന്നാൽ ഈ 3ഉം 4ഉം ഫലം കൊടുത്തതാണ്. 3-ാമത്തേതും 4-ാമത്തേതും എന്ത് ചെയ്തിട്ടുണ്ട്? ഫലം കൊടുത്തു. എന്നാൽ ഈ 3-ാമത്തെ അഥവാ മുള്ളിനിടയിൽ വീണതിനെ ഫലം കൊടുക്കുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണത അതിനകത്ത് കണ്ടില്ല. 3 ഘടകങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്ക് അഥവാ പൂർണ്ണ ഫലം കൃഷി ചെയ്തവന് കൊടുക്കുന്നതിനെ തടഞ്ഞു നിർത്തിയതായി കാണുവാൻ കഴിയുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണത, പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്ക് നിങ്ങൾ പിന്നീട് ധ്യാനിക്കണം. നിങ്ങൾ ഇവിടെ ഒരിക്കലൂടെ വായിക്കാം. ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങുക. 3 കാര്യങ്ങൾ: ചിന്തകളാല്, ധനത്താല്, സംസാരഭോഗങ്ങൾ. സംസാരം എന്ന് പറഞ്ഞ ലോകസുഖങ്ങൾ, ലോകത്തോടുള്ള ആസക്തി നിമിത്തം ഈ 3 ഘടകങ്ങൾ ഈ ചെടി അങ്ങ് ഞെരുക്കി. ഈ ഞെരുക്കിയപ്പോൾ എന്ത് ചെയ്തില്ല? അതിനെന്തിനു കഴിഞ്ഞില്ല? പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയോട് പറയുമ്പോൾ പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഒരു സഭയാണ് പൂർണ്ണതയില്ലാത്തതായ സഭ. അവൻ പ്രവർത്തനങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണത വെളിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ തടഞ്ഞത് എന്തൊക്കെയാണ്? ഒന്ന് ചിന്തകളാല്. ഈ ചിന്തകൾ, ഞെരുക്കുന്ന ചിന്തകളെ നിത്യതയെ കുറിച്ചല്ല, ലോകത്തിനെ കുറിച്ചുള്ള. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയത്തെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ ആത്മീക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരൊറ്റ ചിന്ത നിന്നിൽ വെക്കേണ്ട. ആകുല ചിന്തകളെല്ലാം എന്റെ മേലിട്ട് നിങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞത്, അവൻ നിങ്ങളുടെ ചിന്താകുലങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളം പറയുന്നവർക്ക് അറിയാലോ, ആകുലപ്പെടുത്തുന്ന ചിന്തകൾ. ആ ചിന്തകൾ നമ്മിൽ സ്റ്റോർ ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നീ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ആകുല ചിന്തകൾ നിന്റെ അകത്ത് വെക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ആകുല ചിന്തകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്റെ മേലിടുക. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും
എന്റെ മേൽ ഞാൻ നിങ്ങളെ ചുമക്കാം. അപ്പോൾ ആകുല ചിന്തകളെല്ലാം അങ്ങോട്ടേക്ക് പോയി. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് അവൻ കയ്യിലുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ ബാക്കി ശേഷിക്കുന്ന ചിന്തകൾ എന്താ? അത് നമുക്ക് സന്തോഷം നൽകുന്നതല്ലേ? അപ്പൊ നല്ല ചിന്തകൾ യേശു കർത്താവ് വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ അവൻ ധൈര്യപ്പെട്ട് ആകുലപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും ഇന്ന് രാത്രി അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സന്തോഷം നൽകുന്നതും ആശ്വാസം നൽകുന്നതായ ചിന്തകൾ അകത്ത് കിടക്കുന്നവൻ ആർക്കെങ്കിലും ഉറക്കം വരാതിരിക്കുമോ? അവന് സന്തോഷമുണ്ട്, അവൻ സമാധാനത്തോടെ കടന്നുറങ്ങും. കാരണം അവനെ തലോടി കൊടുക്കുന്ന നല്ല ചിന്തകളും നല്ല ദൈവങ്ങളുണ്ട്. അപ്പോൾ നമ്മെ തടസ്സപ്പെടുത്തുന്ന, നമുക്ക് ആത്മീകമായ ഉന്മേഷം തരാതെ, ആത്മീകമായ ആരോഗ്യം നമ്മിൽ കടന്നു വരാതെ നമ്മെ ശോഷിപ്പിക്കുന്ന, നമ്മുടെ പൂർണ്ണമായ ബലം പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തതായ ചിന്തകൾ നമ്മുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നില്ല. രണ്ട് ധനം, ദാരിദ്ര്യമല്ല. പണ്ട് കാലത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ദാരിദ്ര്യമായിരുന്നു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ബുദ്ധിമുട്ടെന്ന. കർത്താവ് എല്ലാം തന്നു. ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം തന്നെ ധനത്തിനൊത്തവണ ക്രിസ്തുവേശയിൽ പൂർണ്ണമായി തീർത്തു തന്നു. ഇപ്പൊ ധനം പ്രശ്നം. ഏത് ബാങ്കിലിടണം, എവിടെയാ കൂടുതൽ പലിശ കിട്ടുന്നത്, എത്ര കൊല്ലത്തേക്ക് ഫിക്സഡ് ഇടണം, ഇതൊക്കെയാണ് ഇപ്പൊ ഉറക്കം കെടുത്താൻ. എന്താണറിയോ? ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ഉള്ളത് കൂടിയതാണ്. നമ്മുടെ പിതാക്കന്മാര് പണ്ട് പാടി ആമേ ഹല്ലേലൂയ, ആമേ കർത്താവ് തന്നെയാണ് അവരുടെ ധനം. ഹല്ലേലൂയ. വേറെ കർത്താവല്ലാത്തൊരു ധനം അവർക്കില്ല. അവരങ്ങനെ, അതുകൊണ്ട് അവർ പാടി സന്തോഷിച്ചത്. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഒന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഒന്നോ യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ അപ്പച്ചന്മാർ അങ്ങനെ പാടിയത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ പ്രശ്നം കർത്താവിന് ആവശ്യമായ രീതിയിൽ പ്രയോജനപ്പെടാൻ കഴിയാത്തതും നമ്മുടെ ജീവിതത്തിന്റെ സ്വൈര്യതയും സമാധാനവും കെടുത്തുന്നത് ദാരിദ്ര്യമല്ല. നാളെ എന്നിങ്ങനെ കുട്ടിക്ക് ഫീസ് കൊടുക്കാമെന്നുള്ളതല്ല, നാളെ എന്ത് കഴിക്കുമെന്നുള്ളതല്ല. ഈ കയ്യിലുള്ളത് എങ്ങനെ കള്ളം കൊണ്ടുപോകാതെയും അവൻ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. നിത്യത ചിത്രത്തിലില്ല. നിലയും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കുക, പൂർണ്ണമായി ബലം കൊടുക്കാതെ വരുന്നത്. മൂന്നാമത്തത് സംസാര ഭോഗം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ കുറിച്ച് ഒരാൾ പറഞ്ഞത് ഞാൻ കണ്ടു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തിയോട് ഒരു പരാജയം പറയുകയാണ്. ആ പരാജയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ നല്ലൊരു വലിയ കോടികൾ മുടക്കിയൊരു വീട് വെച്ചു. തന്റെ കുറിച്ചുകാരനാണ്. അതിന് വീട് കയറി താമസിക്കുന്ന പ്രാർത്ഥനയോഗമൊക്കെ വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 3 ലക്ഷം രൂപ വീട് വയ്ക്കാനല്ല, കയറി താമസിക്കുന്ന പ്രാർത്ഥനയോഗം നടത്താൻ 3 ലക്ഷം രൂപ കണക്കി തെറ്റി കൂടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അപ്പൊ നീ എത്രയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇതിന്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചത്? ഞാൻ 12 ലക്ഷമേ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ 15 ചെലവായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. സംസാര ലോകത്തിൽ മറ്റുള്ളവരെ പോലെ, ലോകത്തിൽ അവൻ അപ്പുറത്ത് കിടക്കുന്ന അംബാനിമാരെ പോലെ, ടാറ്റാബൃന്ദമാരെ പോലെ കർത്താവിനെ അനുഗ്രഹിച്ചത് കൊണ്ട്, അത് ലോകമൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത രീതിയിൽ പണത്തെ വ്യർത്ഥമായിട്ട് നശിപ്പിച്ചുകൊണ്ട് സംസാര ഭോഗങ്ങളിൽ, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ നീ സമയം ചെലവഴിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടി നിന്റെ ആയുസ്സിനെ നീ ചെലവഴിക്കുന്നത് കൊണ്ട്, ഇനി കൂടുതൽ ആസക്തിയോടെ പോരാ 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 എന്ന് വിചാരിച്ച് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, മതിയാകാത്ത ഒരു ആർത്തിയുടെ ജീവിതം നയിക്കുമ്പോൾ എനിക്ക് കർത്താവിന് ഫലപ്രദമായി ആമേൻ ജീവിക്കാൻ കഴിയുന്നില്ല. ആമേൻ. ഇവിടെ വായിച്ച ഒന്നാമത്തെ കാര്യം, ആമേൻ, ഫലം കൊടുത്തു, പക്ഷെ എന്താണ്? പൂർണ്ണമായ ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ആവർത്തന പുസ്തകം, സംഖ്യാപുസ്തകം 32-ന്റെ 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സംഖ്യ 32-ന്റെ 11-12 വാക്യങ്ങൾ. ഫെലിസ്ത്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും അവർ യഹോവയോട് പൂർണ്ണമായും പറ്റിയിരുന്നതുകൊണ്ട്, അവൻ നോക്കുക,
അവരല്ലാതെ ആരും കനാൻ വാഗ്ദത്തം ഞാൻ അവരെ പുറപ്പെടുവിച്ച നാട്ടിലെ എത്തുകയില്ല. രമസോസിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ മിസ്രയീമിലെ രമസോസിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ മോശ ഇസ്രായേൽ മക്കളെ ഗണമെടുത്ത് അവർ സംഖ്യ 20 വയസ്സ് മുകളിൽ പ്രായമുള്ള യുദ്ധസന്നദ്ധരായ ആണുങ്ങൾ പുരുഷന്മാരെ സംഖ്യ എടുത്തപ്പോൾ അത് 6 ലക്ഷം എന്ന് കണ്ടു. 6 ലക്ഷം. അപ്പൊ 6 ലക്ഷം അവിടെ യെരൂശലേമിൽ നിൽപ്പവിടേലും പറഞ്ഞ് യാത്ര പുറപ്പെട്ടവരാണ്. അവരവിടെ ഭയങ്കര പാട്ടും ബഹളും ഒക്കെ ആയിട്ട് കപ്പെടുത്ത് പ്രവാചകൻ മിരിയാമൊക്കെ ഇങ്ങനെ ചാടിത്തുള്ളി പ്രവചിച്ചും പാട്ടുപാടിയും അവയൻ മരുഭൂമിയിൽ മറഞ്ഞിടക്കുന്ന കിണറിനെ പാട്ടുപാടി പൊന്തിച്ച് വെള്ളം കുടിച്ചും മാറായിയുടെ കൈപ്പുള്ളതിനെ മരക്കൊമ്പ് വെട്ടിയിട്ട് മധുരമാക്കി കുടിച്ച് പോഷിപ്പിക്കട്ടും ആമേൻ ലോകത്തിൽ ഒരു ജനതയ്ക്കും പിന്നീട് ഒരിക്കലും അതിന് മുമ്പ് ലഭിച്ചിട്ടില്ലാത്ത ആമേൻ മന്ന സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടും കാടപ്പക്ഷി ഇറച്ചി തിന്നിട്ടും പാറയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടും തൃപ്തിയോടെ ജീവിക്കുന്ന ജനത 6 ലക്ഷത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവും ഒഴികെ 2 പേർ 6 ലക്ഷത്തിന് 2 പേർ ഒഴികെ 40 കൊല്ലത്തെ മരുഭൂമി യാത്രകളിൽ മരുഭൂമിയിൽ അവൻ ദൈവവചനത്തിന്റെ വാക്ക് ഞാൻ പറയട്ടെ, ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞു. ആരും കയറിയില്ല. എന്തുകൊണ്ടാണ്? പൂർണ്ണമായും പറ്റി നിൽക്കാത്തത് കൊണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, നാം ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന് എന്തോ ദൈവം നമ്മിൽ നിന്നേക്ക് നിക്ഷേപിച്ചത്, ദൈവം നമുക്ക് നൽകി തന്നത്, അതെല്ലാം വെള്ളവും വളവും ഏറ്റെടുത്ത് യജമാനന് നല്ല പണം കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുമാകട്ടെ. ആമേൻ. അപ്പൊ ഒന്നാമത്തേത്, ആമേൻ പൂർണ്ണതയില്ലാത്ത അപൂർണമായ ആമേൻ തന്റെ ഉള്ള എല്ലാ പൊട്ടൻഷ്യലും പുറത്തെടുക്കാതെ എന്തെങ്കിലുമൊക്കെ കാഴ്ചവെച്ചിട്ട് അതിൽ ദൈവം തൃപ്തിപ്പെടണമെന്നുള്ള നിർബന്ധത്തോടെ ജീവിക്കുന്നതിനെയാണ് അവൻ അങ്ങനെ ഫലം കൊടുത്തതാണ് ഒന്നാമത്തെ ഫലം. രണ്ടാമത്തെ ഫലം ലൂക്കോസ് 8:15 വാക്യത്തിലുണ്ട്. ലൂക്കോസ് 8:15. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണേ. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ക്ഷമയോടെ ഫലം കൊടുക്കുക. ക്ഷമയോടെ ഫലം കൊടുക്കുക. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഇതിന്റെ 14 വാക്യത്തിൽ പറഞ്ഞത് പൂർണ്ണമായി ഫലം കൊടുത്തില്ല. ഇവിടെ ഈ വിത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും വായിക്കാം. നല്ല മണ്ണിലുള്ളത്. ആ നല്ല മണ്ണ് ഏത് എന്ന് ദൈവവചനം വ്യാഖ്യാനിച്ചു തരുന്നു. നല്ല മണ്ണ് എന്താണ്? വചനം കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഗുണമുള്ള നല്ല ഹൃദയത്തിൽ. വചനം എവിടെ ചെന്ന് കയറി? നല്ല ഹൃദയത്തിൽ. ആ എന്താ നല്ല ഹൃദയത്തിന്റെ ഒന്നും കൂടി വിശേഷമുണ്ട്. ഗുണമുള്ള നല്ല ഹൃദയം. നമുക്ക് ചെയ്യുന്നു മക്കളെ നോക്കി. ഈ വാക്ക് നമ്മളോട് ചേർന്നിരിക്കുന്നതാണ്. വാക്യം വചനരത്തൊന്നല്ല. പക്ഷേ ഫലമൊന്നും ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം, നമ്മുടെ എന്താ പറയുന്ന രഹസ്യ ജീവിതങ്ങളൊക്കെ അത്ര സുതാര്യതയുള്ളതൊന്നുമല്ല, അത്ര ഭംഗിയുള്ളതൊന്നുമല്ല. നമ്മുടെ പലരുടെയും ധാരണ ആരും ഒന്നും അറിയില്ല എന്നാണ്. ആരും അറിയാത്തോടത്തോളം കാലം നമ്മുടെ മാന്യത. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, ഈ കാമ ദൂത് മറക്കരുത്. കർത്താവിന്റെ വചനം അതിന്റെ എല്ലാ അവസ്ഥയിലുള്ള ഫലം കൊടുക്കണമെങ്കിൽ നിന്റെ ഹൃദയം നല്ലതായിരിക്കണം, ഗുണമുള്ള നല്ല ഹൃദയമായിരിക്കണം. അപ്പൊ ഗുണമുണ്ടാകണം, അത് നല്ലതായിരിക്കണം. ആ നല്ല ഹൃദയത്തെ, ഗുണമുള്ള നല്ല ഹൃദയം എന്ന നല്ല മണ്ണ് അതിനത് സൂക്ഷിക്കണം, സംഗ്രഹിക്കണം. സഭായോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് ഇന്ന് നന്നായിരുന്നു മീറ്റിംഗ് നോക്കി, അയ്യോ നല്ല മെസ്സേജ് ആയിരുന്നു. ഓക്കെ, കേൾക്കുമ്പോൾ എന്നെ ഉപേക്ഷിപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇന്ന് ഞാൻ പ്രസംഗിച്ചതൊക്കെ നല്ല സന്തോഷമല്ലേ? അവരുടെ അങ്ങനെയുള്ള ഞങ്ങളുടെ സന്തോഷം കെട്ടുപോകുന്നൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? അവർ ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ എന്താ പ്രസംഗിച്ചത്? അത് ഓർമ്മയില്ല. പ്രസംഗം നന്നായിരുന്നു, പക്ഷെ എന്തില്ല, പ്രസംഗിച്ച എന്താണെന്ന് ഓർമ്മയില്ല. അതല്ല ഇത്. ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല ഹൃദയത്തിൽ, ഗുണകരമായ നല്ല ഹൃദയത്തിൽ കേൾക്കുന്ന വചനം സംഗ്രഹിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ കുടുംബത്തിന് എനിക്ക് നന്മയായി തീരേണ്ട, നിന്റെ കുടുംബത്തിന്
ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കിയ ശക്തിയുള്ളതായ ദൈവത്തിന്റെ വചനം അവയെ കേട്ട് മറന്നു പോകുന്നത് കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കയറി സാത്താൻ അതിനെ കൊത്തിക്കൊണ്ടുപോയത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്നും നന്മയില്ലാതെ, നിന്റെ കുടുംബത്തിന് അനുഗ്രഹമില്ലാതെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ വിടുതലിന്റെ വചനം കേട്ടപ്പോൾ കേൾക്കാൻ നീ മറങ്ങാൻ കഴിഞ്ഞില്ല. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുക ദൈവസന്നിധി. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർന്നിരിക്കാനും എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടെന്ന് കൊർന്നേല്യോസിന്റെ അവൻ നോക്കിയെ ആർക്കും കണ്ടു. അവൻ വിജാതീയൻ, ജാതീയന, ദൈവഭക്തനല്ല, ദൈവഭക്തിയോടെ ജീവിച്ചില്ല. പറഞ്ഞു, നിന്നോട് കർത്താവ് വലിച്ചത് കേൾപ്പാൻ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നല്ല പറഞ്ഞത്. അവൻ കൊർന്നേല്യോസിന്റെ വീട്ടിലിരിക്കുമ്പോഴും അവന്റെ മനോബോധം ഞാൻ ദൈവ സന്നിധിയിലിരിക്കുന്നു എന്നാണ്. പ്രസംഗം കേൾക്കാനിരുന്നല്ല, അവൻ വചനം കേട്ടവരുടെ പ്രസംഗം കേട്ടവരുമേലല്ല, വചനം കേട്ടവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവസാന്നിധ്യ ഭാഷ സംസാരിച്ചു. ഇന്ന് രാത്രി ദൈവമക്കൾക്ക് മനസ്സിലായോ? ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുത്ത് ജാഗ്രതയോടെ വചനത്തെ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം ഏറ്റെടുത്ത് പിന്നീട് ഏറ്റെടുത്ത വചനം സമയമാകുമ്പോൾ ആറ്റരികത്ത് തട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും കേറി ചാടിയിട്ടൊന്നും ചെയ്യേണ്ട, ക്ഷമയോടെ ഫലം കൊടുക്കുന്ന വിഷയം. ഇന്ന് രാത്രി യജമാനെ ക്ഷമയോടെ, അഥവാ ആദ്യത്തേത് 30 ആയതുകൊണ്ട് പേടിക്കണ്ട, ഉള്ളിൽ തീരുമാനമെടുത്തു അടുത്ത വർഷം ഞാൻ ഇതിലും കൂടുതൽ വരും. അവൻ വളരെ പ്രതിഷ്ഠയോടെ, അവൻ തീരുമാനത്തോടെ, സമർപ്പണത്തോടെ അവൻ വീണ്ടും അവൻ ജീവിച്ചു. അടുത്ത കൊല്ലത്തേക്ക് 60 അവസാനമാകുമ്പോഴേക്കും ക്ഷമയുടെ പൂർത്തീകരണമായി 100% ഫലം കൊടുത്തു. ആ വാക്യം വായിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അപ്പൊ രണ്ടാമത്തെ അനുഭവം മനസ്സിലായല്ലോ. മൂന്നാമത്തേത് യോഹന്നാൻ 15-ന്റെ 2-ാം വാക്യം. യോഹന്നാൻ 15-ന്റെ 2. യേശു പറയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളൊക്കെ ആകുന്നു. നമ്മൾ വായിക്കാൻ സംവിധാനത്തുകൊണ്ട് വായിച്ചു. കായ്ക്കാത്തതല്ല, കായ്ക്കാത്തത് വെട്ടിക്കളഞ്ഞു. അതിന് സമയമൊന്നുമില്ല, ഗുണമില്ലേ, നിലത്തെ നിഷ്ഫലാക്കാനായിട്ട് പതുക്കെ വെട്ടിക്കളഞ്ഞു, മാറ്റി ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ചിലതിന് ഫലമുണ്ടായി, കായ്ച്ചതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. വേണമെങ്കിൽ മുന്തിരിവള്ളിക്ക് കൊമ്പിന് ചോദിക്കാം, യജമാനെ ഞാൻ കായ്ച്ചല്ലോ, നീ പ്രതീക്ഷിക്കുന്നത് കായ്ച്ചില്ലേ, ഞാൻ നല്ല മുന്തിരി കായ്ച്ചില്ലേ, പിന്നെ എന്തിനാ ഈ വേദന? അവൻ പറഞ്ഞു, മോനെ ഈ വേദന നഷ്ടപ്പെടാനല്ല, നിന്നിൽ ഇനിയും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇനിയും ഞാൻ നിന്നെ വലിയത് പ്രതീക്ഷിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രായത്തിൽ പറയുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിലെയും സ്വർഗത്തിന് യുക്തമായിരുന്നു. അപ്പോൾ രക്ഷാനായകനെ, അഥവാ ലോകത്തിന്റെ മുഴുഭാരത്തെ പാപത്തെ ചുമന്ന് രക്ഷ വരുത്തുവാൻ വന്ന യേശു കർത്താവിനെ കഷ്ടങ്ങളാൽ പെർഫെക്റ്റിംഗ് ഇൻ സഫറിംഗ്സ്, കഷ്ടതകളാൽ തികഞ്ഞവനാക്കുക എന്നുള്ളത് ദൈവത്തിന് പ്രസാദകരമായി ഇഷ്ടമായി. എന്തിനാണ് മുന്തിരി അവൻ കൊമ്പ് ചോദിക്കുക, യജമാനനെ ഞാൻ കാഴ്ചല്ലോ, വളം തന്നു, ഞാൻ സ്വീകരിച്ചു, വെള്ളം കിട്ടി, ശുശ്രൂഷ കിട്ടി, ഞാൻ നിരാശപ്പെടുത്തിയില്ലല്ലോ, ഞാൻ കാഴ്ചല്ലോ, പിന്നെ എന്തിനായി വേദന എന്ന് ചോദിക്കുമ്പോൾ അവരെ മുന്തിരിക്കോലെ തലോടിക്കൊണ്ട് യജമാനൻ പറയുന്ന പോലെ, ഇതല്ല നീ കണ്ടതല്ല, ഇനിയും വലിയൊരു ശുശ്രൂഷ, ഇനിയും വലിയൊരു ദൈവിക പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുക. എനിക്കൊരു കാര്യപരിപാടിയുണ്ട്, അത് നിന്നിലൂടെ വെളിപ്പെടുത്തണമെങ്കിൽ നീ അല്പ വേദനയിലൂടെ ഇന്ന് രാത്രി കടന്നുപോയേ പറ്റൂ. ഈ കാലഘട്ടത്തിൽ നീ വേദനയിലൂടെ, ഒരു പ്രയാസത്തിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയേ പറ്റൂ. കാരണം ഞാൻ അത്രമാത്രം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ
ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നാം കഷ്ടങ്ങളിലും സന്തോഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൃപാവരങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ആരും പഠിപ്പിക്കാത്തതും ആരും പഠിക്കാൻ താല്പര്യമില്ലാത്തതും ആരും ചോദിച്ചിട്ടില്ലാത്തൊരു വര സ്വർഗത്തിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പന്തയിൽ കിടക്കാൻ ആവശ്യക്കാരില്ലെന്ന് കിടക്കുന്നുണ്ട്. ഏതെന്നറിയോ? കഷ്ടത സഹിക്കാനുള്ളവർ. നമുക്കതൊന്നും വേണ്ട. അതൊന്നും നമ്മൾ കേട്ടതിന് താല്പര്യമില്ല. സ്വർഗത്തിൽ അതൊക്കെ കെടുക്കാന്നേ ആർക്കും വേണ്ടാത്തതുകൊണ്ട് എല്ലാവർക്കും അവയെ രണ്ട് ആവണം. ഒന്ന് രോഗശാന്തി വേണം, ഒന്ന് പ്രവചനം വേണം. കാരണം ഇന്നത്തെ കണ്ടംപററി കാലഘട്ടത്തിൽ 4 ചക്രം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു മാർഗമില്ല. ഞാൻ ആ ശുശ്രൂഷകൾ നിന്ദിക്കുകയല്ല, തെറ്റിദ്ധരിക്കല്ലേ. ദൈവിക ശുശ്രൂഷകൾ എല്ലാം ഇന്നും കാലഘട്ടത്തിനനുസരിച്ച്, പക്ഷെ ഇത് ഉപയോഗിച്ച് വ്യാപാരം ചെയ്ത് തങ്ങൾക്ക് നിലങ്ങളും കെട്ടിടങ്ങളും വാഹനങ്ങളും ആധുനിക സൗകര്യം ഉണ്ടാക്കുന്ന മിടുക്കന്മാരുണ്ട് നമ്മുടെ ഇടയിൽ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവമക്കളെ വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ സന്തോഷത്തോടെ എന്റെ കർത്താവ് എന്നെ കുറിച്ച് എത്രമാത്രം പ്രതീക്ഷിക്കുന്നുള്ള അവൻ ദൈവത്തിന്റെ ആ കാര്യപരിപാടി ഉള്ളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവകർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കുന്ന ഒരു 3-ാം ഗ്രൂപ്പ്. അവസാനമായിട്ട് റോമ 7:4 4-ാമത്തെ ഫലത്തെ കുറിച്ച് കാണാൻ കഴിയും. അതും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. റോമർ 7:4. അതുകൊണ്ട് സഹോദരന്മാരെ ദൈവത്തിന് ഫലം കഴിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെയാണ് പറയുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തീനാൽ നശിക്കുന്നതും ലോകം വിട്ടുപോകേണ്ടതായ നന്മകളെ കുറിച്ചാണ് ഫലം തരുന്നത്. നമുക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ വാസ്തവത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഫലങ്ങളെല്ലാം ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് ഫലം കൊടുക്കുന്നവരാണ്. നമ്മൾ ക്ഷമയോടെ ആണെങ്കിലും അവൻ ധാരാളം ഫലം കൊടുക്കുന്നതാണെങ്കിലും അല്പം പൂർണ്ണതയില്ലാത്തതായ എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ ആണെങ്കിലും ഇതിന്റെ ആത്യന്തികമായ ഫലം ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് ഫലം കായ്ക്കുക. ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ കായ്ക്കുന്ന ഫലങ്ങളിൽ ദൈവത്തിന്റെ ഓഹരി എത്രയാണ്? ദൈവത്തിന്റെ ഓഹരി എത്രയാണ്? ശൂന്യകാര്യത്വത്തിന്റെ ശൂന്യകാര്യത്തെക്കൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയന്റെ തോട്ടത്തിലേക്ക് വന്ന് അതിലെ ചപ്പും കാര്യം മറിക്ക് പോകട്ടെന്നല്ല, അതിലെ വിശിഷ്ട ഫലങ്ങളെ ഭുജിക്കട്ടെ. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തുക. നിന്റെ ജീവിതത്തിലേക്ക് യേശു രാത്രി വന്നാൽ അവിടെ യേശുവിന്റെ ഈ രാത്രി കയറി വന്ന യേശുവിനെ ഭക്ഷിപ്പാൻ അവന് ഏറ്റവും യോഗ്യമായത്, ഫലഭൂയിഷ്ടമായത് നല്ല ഫലങ്ങൾ എന്തെങ്കിലും നീ കാഴ്ചിട്ടുണ്ടോ? നിന്നിലുണ്ടോ? ശൂന്യം കരുതി അഭിമാനത്തോടെ പറയുകയാണ്, വീശ് കാറ്റേ എന്റെ വില ഊതിക്കും. നീ ഊതിക്കോ, പക്ഷെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ. ഈ തോട്ടത്തിൽ എനിക്ക് എത്ര കാറ്റടിച്ചാലും, തെക്കൻ കാറ്റടിച്ചാലും, പടിഞ്ഞാറൻ കാറ്റടിച്ചാലും, വടക്കൻ കാറ്റടിച്ചാലും, കിഴക്കൻ കാറ്റടിച്ചാലും ഇതിന്റെ അകത്ത് നിന്ന് പുറത്തു പോകുന്നത് സുഗന്ധമായിരിക്കും. അപ്പോൾ എന്റെ പ്രിയൻ ആടുകളെ മേയ്ക്കുവാൻ അവിടെ നടക്കുന്നുണ്ട്. അവൻ എന്റെ തോട്ടത്തിന്റെ പുറത്തിന്റെ അവൻ അരിമനാഥനുണ്ട്. അവന് സുഗന്ധം മൂക്കിലേക്ക് വരുമ്പോൾ നീ എന്നിൽ അടിച്ച പ്രതികൂല കാറ്റ്, പ്രയാസത്തിന്റെ, രോഗത്തിന്റെ, കഷ്ടതയുടെ, പ്രയാസത്തിന്റെ, പ്രതികൂലത്തിന്റെ കാറ്റ് നീ എന്നെ അടിച്ചപ്പോൾ എന്നിൽ നിന്നൊന്നും ദോഷമായിട്ട് പുറത്തു വരികയില്ല. നല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്, ദൈവനാമത്തിന് പുകഴ്ച ഉണ്ടാകുമാറ് സുഗന്ധം പുറത്തേക്ക് പോകും. ആ സുഗന്ധം കേൾക്കുമ്പോൾ, മണക്കുമ്പോൾ എന്റെ പ്രിയന്റെ തോട്ടത്തിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നോക്കിക്കൊണ്ട് അവൻ കാണും വിശിഷ്ട ഫലങ്ങൾ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയൻ ഇന്ന് രാത്രി കടന്നു വന്നാൽ അവന് ഭക്ഷിപ്പാൻ വിശിഷ്ട ഫലങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തുവാൻ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളേവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കിലിരിക്കുന്നു. ദൈവം ആശ്വാസത്താലും നിങ്ങളെ രാത്രി അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ.